മലയാളത്തിന്റെ താരപുത്രനായി ജനനം. ചെറുപ്പം മുതൽ ആഘോഷിക്കപ്പെട്ട കുട്ടിക്കാലം. സിനിമയിലേക്ക് കയറാൻ നിരവധി എളുപ്പവഴികൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് വകവെക്കാതെ ഒരു കൂട്ടം നവാഗതർക്കൊപ്പം താരപ്പകിട്ടോടെ അല്ലാത്ത ഒരു സിനിമാ പ്രവേശം. കാരണം ഒരു നടനായി അരങ്ങേറ്റം കുറിക്കുമ്പോൾ അതൊരു കുറുക്കു വഴിയിലൂടെ ആകരുതെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നിട്ട് കൂടി നെപ്പോട്ടിസം എന്ന ടാഗ് ലൈനിൽ കുരുങ്ങിപ്പോയ തുടക്കം. 2012 ഫെബ്രുവരി 3 ആദ്യ ചിത്രം. പിന്നീട് അങ്ങോട്ട് തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങി നിരവധി ഭാഷകൾ, നിരവധി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ. ഇന്ന് ഏതൊരു കൊച്ചുകുട്ടിയോട് ചോദിച്ചാലും യൂത്ത് ഐക്കൺ എന്നതിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടാവൂ. അതെ, താരരാജാവിന്റെ മകൻ സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് ഇന്നേക്ക് 12 വർഷം. The 12 years of ദുൽഖറിസം. ആദ്യ സിനിമയ്ക്ക് ശേഷം ഒരു കോളേജിലെ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ താരത്തെ വരവേറ്റത് കയ്യടികളോ ആർപ്പുവിളികളോ ആയിരുന്നില്ല. പകരം മോഹൻലാൽ, മമ്മൂക്ക ഫാൻസ് തമ്മിലുള്ള മുദ്രാവാക്യം വിളികളുടെ യുദ്ധമായിരുന്നു. അന്നവർ ആ നടന്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്തിരുന്നില്ല. എങ്കിലും അദ്ദേഹം ഒരു മനോഹരമായ ചിരിയുമായി വന്ന കാര്യം നിർവഹിച്ചു. അന്നത്തെ കളിയാക്കലിലും ഒഴിവാക്കലുകളിലും ആ 25-കാരൻ പയ്യൻ തളർന്നില്ല. ഇന്ന് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ആരാധകരുടെ സാഗരത്തെ ഒറ്റയ്ക്ക് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ കെൽപ്പുള്ള നടനായി ഇന്ത്യൻ സിനിമയ്ക്ക് മുതൽക്കൂട്ടായി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഉപ്പയുടെ പിൻബലത്തിൽ വന്നെന്ന് കളിയാക്കിയവർക്ക് മുന്നിൽ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായാണ് ദുൽഖർ ഇന്ന് നിൽക്കുന്നത്. അതൊരിക്കലും താരപുത്രൻ എന്ന പിൻബലത്തിലല്ല, 12 വർഷങ്ങൾ കൊണ്ട് ഒറ്റയ്ക്ക് നേടിയെടുത്ത ശക്തമായ അടിത്തറയ്ക്ക് മുകളിലാണ്. ഏകദേശം 40-ലധികം സിനിമകളും 4 ഭാഷകളിലായി നിരവധി സൂപ്പർ ഹിറ്റുകളും സ്വന്തമാക്കിക്കൊണ്ട്. ആദ്യ സിനിമ ഒരിക്കലും ഒരു സേഫ് സോൺ സിനിമയായിരുന്നില്ല. എന്നിട്ട് കൂടി ആ സിനിമയിലെ അഭിനയത്തിന് മികച്ച നവാഗത നടനുള്ള അവാർഡ് ദുൽഖറിന് കിട്ടി. അതേ വർഷം തന്നെയായിരുന്നു ഉസ്താദ് ഹോട്ടലും. തിലകനൊപ്പമുള്ള അൻവർ റഷീദ് ചിത്രം പക്ഷേ നിറയെ ചർച്ച ചെയ്യപ്പെട്ടു. പിന്നീട് തീവ്രം, ABCD, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, സലാല മൊബൈൽസ്, ബാംഗ്ലൂർ ഡേയ്സ്, വിക്രമാദിത്യൻ, OK കൺമണി. ഇക്കാലയളവിൽ എത്തുമ്പോഴേക്കും ദുൽഖറിന്റെ സ്റ്റാറ്റസ് തന്നെ മാറിയിരുന്നു. ഒറ്റയ്ക്ക് ഒരു സിനിമ ഷോൾഡർ ചെയ്ത് വിജയിപ്പിക്കാവുന്ന ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞു. മണിരത്നം ഒരുക്കിയ OK കൺമണി എക്കാലത്തെയും പ്രണയ ഹിറ്റുകളിലൊന്നായും മാറിയിരുന്നു. കമ്മട്ടിപ്പാടം, പറവ, മഹാനടി തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം മറ്റൊരു വേറിട്ട ദുൽഖറിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അഭിനയത്തിന്റെ പല തലങ്ങളും ദുൽഖർ മറികടക്കാൻ തുടങ്ങി. പിന്നീട് സുകുമാരക്കുറുപ്പിന്റെ കഥ പറഞ്ഞു വന്ന കുറുപ്പ് എന്ന ചിത്രം പ്രേക്ഷകരിൽ തീർത്തോളം ചെറുതൊന്നുമായിരുന്നില്ല. മലയാളികളുടെ മനസ്സിൽ കുറുപ്പിന്റെ പുതിയ മുഖമാണ് അതിലൂടെ ദുൽഖർ വരച്ചിട്ടത്. കുരുക്ഷേത്രത്തിൽ രാവണ സംഹാരം, ആ യുദ്ധഭൂമിയിൽ സീതാ സ്വയംവരം. പ്രേക്ഷകർ ഹൃദയം കൊണ്ട് കേട്ട ഡയലോഗുകളായിരുന്നു ഇത്. തെലുങ്കിലും മലയാളത്തിനുമായി 2022 വന്ന് ഏറ്റവും വലിയ റൊമാൻറ്റിക് ഹിറ്റായി മാറിയ സീതാരാമം. മൃണാൾ ഠാക്കൂറിനൊപ്പം ലഫ്റ്റനന്റ് റാമായി സ്ക്രീനിൽ വന്ന ദുൽഖറിനെ പ്രേക്ഷകർ കണ്ടത് പ്രണയം തുടിക്കുന്ന ഹൃദയത്തിലൂടെയായിരുന്നു. എല്ലായിടത്തും നിറഞ്ഞു നിന്ന ചിത്രമായിരുന്നു കിങ് ഓഫ് കൊത്ത. വാട്ടർ ബോട്ടിലിൽ തുടങ്ങി തൃപ്പൂണിത്തറ അത്തച്ചമയത്തിൽ വരെ നിറഞ്ഞു നിന്നിരുന്നു കൊത്തയുടെ രാജാവ്. അഭിലാഷ് ജോഷി സംവിധാനത്തിലെത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രം കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടായിരുന്നു പ്രദർശനത്തിനെത്തിയത്. സിനിമ കാണാനെത്തിയ ആരാധകരുടെ സാഗരം തന്നെ മതി ഇന്ന് ദുൽഖർ എത്തി നിൽക്കുന്ന ഉയരത്തിന്റെ അളവറിയാൻ. ഇനിയും നമ്മൾ കാണാത്ത ദുൽഖറിന്റെ പല മുഖങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കാത്തിരിക്കാം ദുൽഖറിസത്തിന്റെ പുതിയ ഭാവങ്ങൾക്കായി. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.